ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു കടല വരട്ടിയതാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിനെ കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് തലേ ദിവസം കടല കുതിരാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിനി 2 പ്രാവശ്യം നമുക്ക് കടല കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കടല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് 1 ഉള്ളി, 2 പച്ചമുളക് ഇവയാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് കടലക്ക് 2 പച്ചമുളകും 1 ഉള്ളി എന്ന കണക്കിലാണ്. ഞാൻ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ആ കടലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ അളവിനാണ് ഉപ്പിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 തണ്ട് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം. അപ്പം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുന്നവരെ തീ കൂട്ടി വെക്കണം. അത് കഴിഞ്ഞ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് വെക്കാം. കുറച്ച് 3 വിസിലടിക്കണം. കുക്കർ 4 വിസിലടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇതിന് കുക്കർ ചൂടാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കടലക്കുള്ള പൊടികളെല്ലാം എടുത്ത് വെക്കാം. നമ്മൾ 2 സ്പൂൺ ഇതേ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല എരിവാണ്. ഇതിലേക്ക് ഇനി ആവശ്യമായുള്ളത് ഇറച്ചി മസാലയാണ്. ഇറച്ചി മസാല ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നേരത്തെ കാണിച്ച സ്പൂണിനാണ്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇതിന് കൂടുതൽ രുചി കിട്ടുള്ളൂ. അപ്പം നമ്മുടെ കടല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇത് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന എല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ കടല ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കാം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടല വരട്ടിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.